ഇൻസിഡൻസ് ആൻഡ് പ്രിവാലൻസ്. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡൻസ് പ്രിവാലൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് എന്തായാലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. So incident means number of new cases occurring in a defined population in a specific period of time. അത് ഇവിടെ ഞാൻ എഴുതാം. നമ്പർ ഓഫ് ന്യൂ കേസസ് occurring in a defined population in a specific period of time. Occurring in a defined population specified period of time. So number of new cases, these are important. Number of new cases occurring in a defined population in a specified period of time. ഇപ്പോ നേരത്തെ കോവിഡ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ആ കോവിഡ് വീണ്ടും വന്നാല്, ആ ന്യൂ കേസസ് വീണ്ടും വന്നാൽ നമുക്കത് ഇൻസിഡൻസ് എന്ന് പറയാം. സോ ഇവിടെ ഞാനൊരു എഴുതാം ഒരു ഫോർമുല. നമ്പർ ഓഫ് ന്യൂ കേസസ് ഇൻ എ പോപ്പുലേഷൻ divided by population risk at period into 100. Into 100. So incidence എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്പർ ഓഫ് ന്യൂ കേസസ് ആണ്. ഒരു പോപ്പുലേഷനിൽ, ഒരു കമ്മ്യൂണിറ്റിയിലുള്ള നമ്പർ ഓഫ് ന്യൂ കേസസ് ആണ്. ഇപ്പൊ നേരത്തെ TB ഉണ്ടായിരുന്നു, ഇപ്പൊ പുതിയ TB വേറൊരു രീതിയിൽ വന്നാല് അത് ഇൻസിഡൻസ് തന്നെയാണ്. നമ്പർ ഓഫ് ന്യൂ കേസസ് ഇൻ എ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ റിസ്ക് അറ്റ് പീരീഡ് ഇൻറ്റു 100. പ്രിവാലൻസ് മീൻസ്, വാട്ട് ഈസ് പ്രിവാലൻസ്? Prevalence means number of new and old cases in a community. So number of new and old cases in a community. So പുതിയതും പഴയതോടെ കൂടി ചേർന്നതാണ് പ്രിവാലൻസ്. So who define epidemiology എന്നൊരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ജോൺ എം ലാസ്റ്റ്. Who define epidemiology? ജോൺ എം ലാസ്റ്റ് 1978 എപ്പിഡെർമിയോളജി ഡിഫൈൻ ചെയ്തത്. ജോൺ എം ലാസ്റ്റ് ഡിഫൈൻ എപ്പിഡെർമിയോളജി ഇൻ ജോൺ എം ലാസ്റ്റ് 1978. സോ പ്രിവാലൻസ് ആൻഡ് ഇൻസിഡൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? പ്രിവാലൻസ് ഇൻസിഡൻസ് മനസ്സിലായില്ലേ? So that's it, Dilsha. Prevalence in a new case. Simple ആയിട്ട് ഓക്കെ ഓർത്തിയാൽ മതി. ഇൻസിഡൻസ് ന്യൂ കേസ്, പ്രിവാലൻസ് ഓൾഡ് ആൻഡ് ന്യൂ കേസ്. സോ പ്രിവാലൻസ് നമ്മുടെ എപ്പിഡെർമിയോളജി ഡിഫൈൻ ചെയ്തത് 1978 ആണ്. 1988 ജോൺ എം ലാസ്റ്റ് ആണ്. ജോൺ എം ലാസ്റ്റ് 1988 കേട്ടോ. Okay. Next question. Dash is the average number of daughters a woman would have if she have survived all of her childbearing years. Gross reproductive rate and couples protection rate, net reproduction rate, none of the above. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്, കപ്പിൾസ് പ്രൊട്ടക്ഷൻ റേറ്റ് ആൻഡ് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്.
ഓക്കെ, ഞാനിവിടെ ആൻസർ പറയാം. ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. വാട്ട് ഈസ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്? ഞാനിവിടെ എഴുതാം, ഗ്രോസ് റീപ്രൊഡക്ഷൻ, അതായത് ദ നമ്പർ ഓഫ് ഫീമെയിൽ ബർത്ത്. അതായത് ഒരു ഫീമെയിലിന് റീപ്രൊഡക്റ്റീവ് സ്പാൻ ഉണ്ട്, ലൈഫ് സ്പാൻ ഉണ്ട്. അതായത് 45 ഇയേഴ്സ്, 15 to 45 അല്ലേ, ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന, അതായത് ഫീമെയിൽ ബർത്ത്, ദ നമ്പർ ഓഫ് ഫീമെയിൽ ബർത്ത് an average woman would have if she lived through the end of her reproductive span. അതായത് ഫീമെയിൽ ബർത്ത്, അതായത് ഈ ലൈഫ് സ്പാനിൽ റീപ്രൊഡക്റ്റീവ് സ്പാൻ എന്ന് പറയാം. റീപ്രൊഡക്റ്റീവ് സ്പാനിൽ ഉണ്ടാകാവുന്ന ഫീമെയിൽ ബർത്തിനെയാണ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയാം. ദ നമ്പർ ഓഫ് ഫീമെയിൽ ബർത്ത് an average woman would have, so എഴുതിക്കോളൂ കേട്ടോ, ദ നമ്പർ ഓഫ് ഫീമെയിൽ ബർത്ത് an average woman would have if she lived through the end of her reproductive span. The number of female birth an average woman would have if she lived through the end of her reproductive span. അതായത് റീപ്രൊഡക്റ്റീവ് സ്പാൻ മുഴുവൻ ജീവിച്ച് തീർത്ത ഒരു ലേഡി, അവർക്കുണ്ടാകുന്ന നമ്പർ ഓഫ് ഫീമെയിൽ ബർത്തിനെയാണ് നമ്മൾ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. കാരണം പിന്നെയും റീപ്രൊഡക്റ്റീവ് ചെയ്യാൻ കഴിയുന്നത് ലേഡീസിനല്ലേ. അപ്പൊ അങ്ങനെയാണ്, അതാണ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് CPR? CPR മീൻസ് കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ്. കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് ആണ്. അതായത് കപ്പിൾസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാണ്. എലിജിബിൾ കപ്പിൾസിനെ എഫക്റ്റീവ്ലി, മലയാളത്തിൽ പറഞ്ഞാൽ എഫക്റ്റീവ്ലി പ്രൊട്ടക്ട് ചെയ്യാണ്. എങ്ങനെയാണ്? നമ്മൾ IUD കൊടുക്കും, അതുപോലെ എന്താണ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് കൊടുക്കും. ഇങ്ങനെയൊക്കെ നമ്മളെ കപ്പിൾസിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് കോൺട്രസെപ്റ്റീവ് പ്രാക്ടീസ്. സോ വിച്ച് ഈസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് കോൺട്രസെപ്റ്റീവ് പ്രാക്ടീസ് എന്ന് ചോദിച്ചാൽ കപ്പിൾസ് പ്രൊട്ടക്ഷൻ റേറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് കോൺട്രസെപ്റ്റീവ് പ്രാക്ടീസ് ഓഫ് ദ കൺട്രി. ദാറ്റ് ഈസ് പെർസെന്റേജ് ഓഫ് എലിജിബിൾ കപ്പിൾ effectively protected against child birth. ഇങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. പെർസെന്റേജ് ഓഫ് എലിജിബിൾ കപ്പിൾ, പെർസെന്റേജ് ഓഫ് എലിജിബിൾ കപ്പിൾ effectively protected against, effectively protected against child birth. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? IUD യൂസ് ചെയ്യുന്നു, ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ചെയ്യുന്നു, കോണ്ടം യൂസ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദ പെർസെന്റേജ് ഓഫ് എലിജിബിൾ കപ്പിൾ എഫക്റ്റീവ്ലി പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് ചൈൽഡ് ബർത്ത്. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് കോൺട്രസെപ്റ്റീവ് പ്രാക്ടീസ് ഓഫ് ദ കൺട്രി. സോ വിച്ച് ഈസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ദ കോൺട്രസെപ്റ്റീവ് പ്രാക്ടീസ് എന്ന് ചോദിച്ചാൽ CPR ആണ്. CPR മീൻസ് കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ്, നോട്ട് കാർഡിയോപൾമണറി റെസിസിറ്റേഷൻ. NRR മീൻസ് ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ് ഫീമെയിൽ മെമ്പർ എൻഡർ ലൈഫ് ടൈം. ഇവിടെ നമ്മൾ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് റീപ്രൊഡക്റ്റീവ് സ്പാനിലാണ് പറഞ്ഞത്. എൻഡർ ലൈഫിൽ ഉണ്ടാകുന്ന ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ്, ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ്, മക്കൾ, ഡോട്ടേഴ്സ്, അതായത് മകൾ. So that is the average number of daughters entire specific period. അതായത് ഒരു entire ലൈഫിൽ ഉണ്ടാകുന്ന ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ്. So that is focused on the number of daughters and newborn girl assuming specific period of fertility and mortality. അതായത് ഒരു ജീവിതം മുഴുവൻ ഉണ്ടാകുന്ന ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ് അല്ലെങ്കിൽ ന്യൂബോൺ ഗേളിനെ നമ്മൾ NRR എന്ന് പറയുമ്പോൾ റീപ്രൊഡക്റ്റീവ് സ്പാനിൽ ഉണ്ടാകുന്ന
ഫീമെയിൽ മക്കളെ നമുക്ക് GRR എന്ന് പറയാം. ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈസി അല്ലേ?